ഹായ് ഫ്രണ്ട്സ്, ഇവർ വിരൽ സീരിയലിന്റെ അടിപൊളി എപ്പിസോഡാട്ടോ. അങ്ങനെ ഭൂമി ഇപ്പോൾ അച്ഛനെ കുറിച്ചുള്ള പഴയ ഓർമ്മയിലാണ്. ഭൂമിക്ക് കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ആദ്യത്തെ ദിവസം വണ്ടി ഓടിക്കാൻ പഠിച്ച് അവസാനം ഒരാൾ ഇടിക്കാൻ വരെ പോയിട്ടുണ്ട് കേട്ടോ. നീ പഠിച്ചു മോളെ, ഡ്രൈവിംഗ് പഠിച്ചു, കൃത്യമായിട്ട് ബ്രേക്ക് ചവിട്ടില്ലേ എന്ന് അച്യുതം പറയുമ്പോൾ ഭൂമി അറിയും ഈ CCTV ബ്രേക്ക് ഡൗൺ ആയതാണ്, അല്ലാണ്ട് ഞാൻ ബ്രേക്ക് പിടിച്ചതല്ല. അപ്പം അച്യുതം പറയും എൻ്റെ വണ്ടി കുറ്റം പറയരുത്, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, താങ്ക്സ് പറ. അപ്പൊ ഭൂമി ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറയും കേട്ടോ. ശേഷം പിന്നീട് ഭൂമി നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആ ഭാഗങ്ങളോ ആലോചിക്കുക. ഞാൻ ആലോചിക്കായിരുന്നു CCTV എന്താ പണി മുടക്കാത്തേന്ന്. അപ്പൊ അച്യുതൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒന്നും വേണ്ടാതെ എന്തോ ആലോചിക്കുമ്പോ ഭൂമിക്ക് എന്താ ആലോചിക്കുന്നത്. അപ്പോൾ അച്യുതൻ പറയും ഞാൻ ആലോചിക്കായിരുന്നു, എല്ലാ മനുഷ്യർക്കും മരണം ഉണ്ടല്ലോ, എന്റെ അച്ഛന് മരണമില്ല. അച്യുതൻ പറയും മരണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിമ്പിൾ, എവിടെയെങ്കിലും ഞാൻ കുഴിച്ചിടും, എന്നിട്ട് നൃത്തം ചെയ്യും. ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് പറയും. ഭൂമി അറിയും അയ്യോ അല്ല, നരകത്തിൽ ചെന്നിട്ട്. ഞാൻ പറയും ഒരുപാട് സന്തോഷത്തോടെയാ എന്നെ യാത്രയാക്കിയെന്ന്. എന്റെ മോൾക്കറിയാം അവള് കരഞ്ഞാ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ലെന്ന്. ഭൂമിക്ക് സങ്കടാകും. കാറ് നിർത്തിയിട്ട് വെക്കും. അച്ഛന്റെ മകളാവാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? എന്റെ മോൾക്കല്ലാതെ പിന്നെ ആർക്കാ യോഗ്യതയുള്ളത് എന്ന് പറഞ്ഞ് കൈ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അങ്ങനെയുള്ള ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഈ കാറിലിരുന്ന് ഭൂമി ആലോചിച്ച് കരയാ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജന ഫോണ് നോക്കിയിരിക്കുമ്പോ അഞ്ജന എന്ന് വിളിച്ച് അലറിക്കൊണ്ട് ഭവാനി വരും. ഹോ, എന്തിനാ എപ്പോഴും ലൗഡ് സ്പീക്കർ ഇട്ടുകൊണ്ട് വരുന്നത്? പേടിച്ചു പോയല്ലോ. അപ്പൊ ഭവാനി പറയും ഒരു കാര്യം അറിയോ, ഈ പട്ടിയുടെ വാല് കുഴലിട്ടാൽ നിവരില്ല, എത്ര കാലം ഇട്ടാലും. അതെന്താണെന്നറിയോ? അപ്പൊ അഞ്ജന പറയും പട്ടിയുടെ മാത്രമല്ല ചിലരുടെ നട്ടലും അങ്ങനെയാ. നീ എന്റെ മകള് തന്നെയാണോ? അഞ്ജന പറയും അതെന്താ, അമ്മയ്ക്ക് സംശയമാണോ? എങ്കിൽ പിന്നെ ആരാന്ന് പറ. അത് അമ്മയെ പോലെ ദരിദ്രവാസി ആവരുത്, റിച്ച് ആവണം. എടി നിന്നെ റിച്ച് ആക്കാനാ ഞാൻ ഈ പെടാപ്പാട് വിടുന്നത്. നീ റിച്ച് ആവണമെങ്കിൽ ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണം. ആദ്യം നിന്റെ വല്യച്ഛൻ നീ പറയുന്ന ഒരു പാവയായി മാറണം. അയാളുടെ പേരിലെ കോടികളുടെ സ്വത്തുണ്ട്, മൂന്നാറിലെ റിസോർട്ട്, എക്സ്റ്റേറ്റ്, അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ. അതിന്റെയൊക്കെ ഉടമ ഇവിടെ എവിടെയോ ഉണ്ട്. അഞ്ജന പറയും ആര്, അഭിരാമിയോ? എന്നാ പോയി കൊണ്ടുവരണം. ആ ഭവാനി പറയും എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവയ്ക്കുക. ഞാൻ ആരോടേ പറയുന്നത്? എടി അവൾ വന്ന് നീ പുറത്താവില്ലേ? അപ്പോഴാ അഞ്ജന അതേക്കുറിച്ച് ആലോചിക്കുന്നത്. ശരിയാ, അമ്മ പറഞ്ഞോ അടുത്ത ടാർഗറ്റ് അജയ്. അഞ്ജന പറയും അവനെ എനിക്ക് വേണം, അവൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലേ? അഞ്ജന പറയും ഇല്ല. എന്നാ നീ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക. അതായത് അച്യുതന്റെ ചടങ്ങിലെ ഭൂമി തളർന്നു വീഴുമ്പോ അജയും സത്യദാസും പിടിക്കുന്ന ആ ഫോട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു? ഭവാനി പറയും ഇതുപോലെ പല ലീലാവിലാസങ്ങളും നടക്കുന്നുണ്ട്. അവള് പറയുന്നിടത്ത് അജയ് ഒരു ദിവസം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അഞ്ജന പറയും ഞാൻ സീരിയസ് ആവാമേ. ഭവാനി പറയണേ നിന്റെ വല്യച്ഛനും അവളുടെ അടിമയാണ്, അയാൾ അജയും ഭൂമിയുമായിട്ടുള്ള വിവാഹത്തിന് കൂടെ നിൽക്കും, എങ്കിൽ ഞാൻ ബോംബിടും. ഭവാനി പറയും ബോംബൊന്നും ഇടണ്ട, അമ്മ പറഞ്ഞോ. ഭവാനി പറയും തൽക്കാലം എന്റെ മോള് കിടന്നോ, രാവിലെ കാണാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഭവാനി ആ റൂമിൽ നിന്ന് പോവാം. അങ്ങനെ ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ അച്യുതന്റെ മാലയിട്ട ഫോട്ടോയിൽ നോക്കി എന്തൊക്കെയോ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ. കണ്ണൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി ചേച്ചി അടുക്കളയിലുണ്ട്. ഭൂമി ചെയ്തത് തന്നെയാ ശരി. അസ്ഥി ഒഴുക്കല് അത് ഭൂമി തന്നെ ചെയ്തു, ആരെയും വിളിച്ചില്ല. അംബിക ചേച്ചി ജയിലിൽ കിടക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഭൂമിക്കും ലക്ഷ്മി ചേച്ചി എന്താ വെറുതെ ഒന്നുമില്ല മോളെ. അപ്പോ ഭൂമി എന്താ ചെയ്യാനായിട്ട് പോകും. അപ്പൊ ലക്ഷ്മി പഴയ കാര്യം ആലോചിക്കണേ. അതായത് അംബിക മുമ്പ് പറഞ്ഞ കാര്യം, എൻ്റെ മോളെ ഇങ്ങനെ ചായക്കട നടത്തി ജീവിക്കേണ്ട ആളല്ല. +2 കഴിഞ്ഞപ്പോ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു, മെഡിസിന് വിടണമെന്നായിരുന്നു ടീച്ചേഴ്സിനെ. എന്നാൽ അവളും ഞങ്ങളെ വിട്ടു പോയില്ല. സത്യത്തിൽ അതല്ല കാരണം, പഠിക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല എന്ന് അവൾക്കറിയായിരുന്നു. പിന്നീടായിരുന്നു ഡിഗ്രി കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ചേട്ടന് അപകടം സംഭവിച്ചു. അത് മാറി വളയം പിടിക്കാൻ നിന്നപ്പോഴേക്കും അവള് സമ്മതിച്ചില്ല. അവള് നാട് വിടുന്നു പറഞ്ഞു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ ലക്ഷ്മി ചേച്ചി ആലോചിക്കുക. ശേഷം ഭൂമി നേരെ അച്ഛന്റെ അമ്മയുടെ റൂമിൽ ചെന്നിരിക്കുക. അവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് അലമാരക്കകത്ത് വെക്കുമ്പോൾ പെട്ടെന്നൊരു ബോക്സ് കാണാണ്. എന്താന്ന് കരുതി എടുത്ത് നോക്കുമ്പോൾ അതിൽ ചിലങ്കയാട്ടോ. അപ്പൊ ഭൂമി പഴയ കാര്യം ആലോചിക്കുകയാണ്. ഒരിക്കൽ ഭൂമി ഇങ്ങനെ അവിടെ നിൽക്കും, എന്തോ ആലോചനയിൽ നിൽക്കുമ്പോ അച്യുതം വരാം. എന്താ ഒരു പകൽക്കിനാവ് കാണാണോ? ഭൂമി അറിയും ആണെങ്കിൽ പെൺകുട്ടികൾ പകൽക്കിനാവ് കാണാൻ തുടങ്ങിയാലേ പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്നാ. ഭൂമിക്കും ആണോ എന്ന് ആര് പറഞ്ഞു? കാരണവന്മാരുടെ പറച്ചിലാ. എങ്കിൽ കെട്ടിച്ചു വിട്ടോ. അച്യുതം പറയും ഇപ്പല്ല, ഒരു വലിയ ആഗ്രഹമുണ്ട് അച്ഛനെ. ഇത് കേൾക്കുന്ന ഭൂമിക്കും വലിയ ആഗ്രഹോ? അച്ഛനോ? അതെന്താ? അതേ മോള് ഉടനെ നടത്തി തരും, പറ. അച്യുതൻ പറയും ഇപ്പോഴല്ല, മോള് നൃത്തമൊക്കെ പഠിച്ചു കഴിഞ്ഞ് അരങ്ങേറ്റം, അത് മൂകാംബികയിൽ വെച്ച് വേണം.
മോളെ അച്ഛൻ മൂകാംബികയിൽ കൊണ്ടുപോയി അരങ്ങേറ്റം നടത്തിക്കും. അച്ഛൻ പണ്ട് നിന്റെ അമ്മയുടെ നാടകങ്ങൾ കണ്ടതുപോലെ തീരുമ്പോ ചാടി സ്റ്റേജിൽ കയറി കെട്ടിപ്പിടിക്കും. അന്ന് അച്ഛൻ വാങ്ങിച്ചു തരുന്ന പുതിയ ചിലങ്ക വേണം മോള് കെട്ടാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിക്ക് സന്തോഷമാവും. അങ്ങനെ അന്നത്തെ കാര്യം ആലോചിച്ച് ഇപ്പൊ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക ഭൂമി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്ത് എല്ലാവരും കൂടെ എന്തോ ചർച്ചയിലാണ്. മുത്തശ്ശി പറയും ഈ ബിസിനസ്സൊക്കെ വേണം, പക്ഷെ അതിനിടയിൽ ജീവിക്കാൻ മറന്നു പോകരുത്. ഏത് സമയവും ഓഫീസ് ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നിട്ട് അതിന്റെ വലിയ ഗുണങ്ങളൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. മാധവൻ ഉരുണ്ട് കളിക്കാ. അപ്പൊ സംഗീത ചിരിക്കാം. മുത്തശ്ശി പറയും എല്ലാ വർഷവും നമ്മൾ ദീപാവലി കഴിക്കാറുണ്ടോ? അതിന്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇപ്പൊ ഉണ്ടോ? സംഗീത പറയും ഞാൻ പറയുന്നത് കേൾക്കാറില്ലല്ലോ. ഇപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് കേട്ടപ്പോ തൃപ്തിയായോ? എങ്കിൽ ശരി, ഇനി ദീപാവലി കഴിയാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല, മതിയോ? അച്ഛൻ പറയും പാവം. അങ്ങനെ സംസാരിച്ച് ചിരിക്കുമ്പോഴായിരിക്കും എന്താ ഒരു ചിരി എന്ന് ചോദിച്ചാൽ അജയ് വരുന്നത്. ഒന്നുമില്ലടാ, ഞങ്ങൾ ദീപാവലി ആഘോഷിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോഴേക്കും സത്യദാസും അങ്ങോട്ടെത്തും. അത് അംബികയ്ക്ക് ഇഷ്ടാവുന്നില്ല. നല്ല ദേഷ്യത്തിൽ നോക്കും. ഭവാനി ഫോൺ നോക്കി അവിടെ എഴുന്നേറ്റ് പോകാണ്. അങ്ങനെ ഈ സമയത്ത് സത്യദാസ് പറയും അജയ്, ഞാൻ വന്നത് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ. ഭൂമിയുടെ അച്ഛന്റെ മർഡേഴ്സിനെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോ ഭവാനി അവിടെ മറിഞ്ഞു നിൽക്കും. എന്താ അളിയാ എന്ന് മാധവൻ ചോദിക്കും. അപ്പോ സത്യദാസ് പറയും എന്തായാ കേസ്? മാധവൻ പറയും ആ കൊന്നത് ആ സ്ത്രീയല്ലേ, അവരകത്തു പോയി, ഇനി കോടതി ജയില്, വിചാരണ കഴിഞ്ഞ ശിക്ഷ, അത്രയുള്ളൂ. അജയ്ക്കും വല്യമാവൻ എന്താ ഇപ്പൊ അത് ചോദിക്കാൻ കാരണം? ഇത് കേൾക്കുമ്പോ ഭവാനി ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട്. സത്യദാസ് പറയും അജയ്, നമുക്ക് ചില ഇൻഡ്യൂഷൻസ് തോന്നില്ലേ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എങ്കിലും എനിക്കൊരു ഫീലിംഗ് ആ സ്ത്രീ ആരെയും കൊല്ലില്ലെന്ന്. അത് കേൾക്കുന്ന ഭവാനിയും അവിടെ എല്ലാവരും ഞെട്ടും. സത്യദാസ് പറയും അത് എന്തുകൊണ്ടാണെന്ന് പറയാൻ എനിക്ക് കാരണം അറിയില്ല. മാധവൻ പറയും അന്നേ അജയ് ഡോറ് പൊളിച്ച് അകത്ത് കയറുമ്പോ ആ സ്ത്രീ അയാളെ കൊന്നത് കണ്ടതിന് എത്ര സാക്ഷികളുണ്ട്? അപ്പൊ അജയ് പറയും അച്ഛാ, അതിൽ വലിയ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും. സംഗീതയ്ക്കും എന്താ പ്രശ്നം? അംബിക തന്നെയാണോ കൊലപാതകം ചെയ്തതെന്നുള്ളതില് പോലീസിനും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അംബിക മൊഴി തന്നത്. ഇപ്പൊ ഭവാനി ശരിക്കും ഞെട്ടു. അവിടെ ഉണ്ടായിരുന്ന ആ ആള് കുത്തിയ കത്തി അംബിക വലിച്ചൂരിന്നാ പറയുന്നത്. ഇതൊരു നോർമൽ കുടുംബ കലഹോ അതേ തുടർന്നുണ്ടായ കൊലപാതകമോ അല്ല. എന്തോ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്ലാൻ മർഡർ ആണ്. സത്യദാസ് പറയും അജയ്, പണ്ട് ഞാൻ അന്വേഷിച്ചൊരു കൊലപാതക കേസ് ഉണ്ടായിരുന്നു. ആ കേസിലെ കൊലപാതകയെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ യാത്രയിൽ കൊലയാളി തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കായിരുന്നു. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അയാൾ വിഡ്ഢിയാക്കായിരുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിന്റെ വഴി തെറ്റിക്കായിരുന്നു അയാളുടെ പ്രധാന ലക്ഷ്യം. അവസാനം ഞങ്ങൾ അയാളെ പിടികൂടി. അതുപോലെയൊന്നും ഈ കേസിൽ ഉണ്ടാവരുത്. സോ കേസിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് കേസിന്റെ ഫയൽ ഫ്രെയിം ചെയ്യുക. യു ക്യാൻ, നിനക്കതിന് കഴിയും. അജയ് പറയും തീർച്ചയായും. ഇത് കേട്ട് പേടിച്ചുകൊണ്ടാണ് ഭവാനി അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത്. അജയ് പറയുന്നുണ്ട് ഇതിന്റെ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കില്ല. മുത്തശ്ശിയും പറയും ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതി ആരാണെങ്കിലും നീ അവരെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പിശാചിന് തക്ക ശിക്ഷ തന്നെ കൊടുക്കുകയും വേണം. എത്രയും പെട്ടെന്ന് നീ അത് കണ്ടുപിടിക്കണം. ഭൂമി മോള് വിഷമിക്കാൻ പാടില്ല. തീർച്ചയായും മുത്തശ്ശി, അതാണല്ലോ എന്റെ ജോലി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ വല്യമ്മാവ, വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ അജയ് അവിടുന്ന് പോവും. അപ്പോഴും സത്യദാസ് എന്തോ ആലോചനയില്ലാട്ടോ. പിന്നീട് ഭവാനി ഇങ്ങനെ മുകളിലേക്ക് കയറി പോവാ. എന്നിട്ട് പിന്നെ ചിരിച്ചോണ്ട് വിചാരിക്കും സത്യദാസെ, 22 വർഷങ്ങൾക്ക് മുന്നേ കാണാതായ നിന്റെ ഭാര്യയെയോ മകളെയോ കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ടോ നിന്റെ മരുമകനെ കൊണ്ടോ സാധിച്ചോ? ഇതും സാധിക്കില്ല. കാരണം ഇത് രണ്ടും പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും ഭവാനിയാണ്. ഈ ഭവാനി എന്ന് പറഞ്ഞ് ചിരിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് പറയും ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാം. അമ്മയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ആ പാവം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എനിക്കറിയില്ല. ഇനിയിപ്പോ എല്ലാത്തിനും ഓടി നടക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഈ സമയം ലക്ഷ്മി ചേച്ചി വന്നിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ കൊടുക്കും. ബാഗ് വാങ്ങിച്ചിട്ട് ഫോൺ കൊടുക്കും. അപ്പൊ ഭൂമിക്കും അച്ഛന്റെ ഫോൺ കിട്ടിയോ? അച്ഛന്റെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതല്ലേ? ലക്ഷ്മി ചേച്ചി കണ്ടോ? ലക്ഷ്മി അറിയും ഇല്ലല്ലോ മോളെ. അതിനെ പോലീസ് എങ്ങാനും കൊണ്ടുപോയി കാണോ? ഭൂമി അറിയും എന്തിനെ? പ്രതിയെ പിടിക്കാത്തവരെന്തിനാ എന്റെ അച്ഛന്റെ ഫോൺ കൊണ്ടുപോകുന്നത്? മോളെ, അവരുടെ നീതി ആർക്കും മനസ്സിലാവാനാ? എന്തെങ്കിലും നീതി ഉണ്ടായിരുന്നെങ്കിൽ അംബികേച്ചിക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? ഭൂമിക്ക് സങ്കടാവും. അത് കണ്ടു നിൽക്കാതെ ലക്ഷ്മിച്ചി അവിടുന്ന് പോകും. ഭൂമി അച്ഛന്റെ ഫോട്ടോ നോക്കിയിട്ട് പറയും എനിക്ക് എങ്ങനെ സഹിക്കും? ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കാൻ അച്ഛാ? പെട്ടെന്ന് ഒരു കൈ വന്ന് പിടിക്കണേ. തിരിഞ്ഞു നോക്കുമ്പോ അച്യുതൻ അച്ഛാ എന്നിങ്ങനെ വിളിച്ച് കരയുമ്പോ അയ്യേ മോള് കരയാണോ? ഞാൻ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത്. മോളെ, നിന്റെ ധൈര്യോ തന്റെടോ ആൺപിള്ളേർക്കുണ്ടോ? നീ മനസ്സ് വെച്ചാ എന്താ സാധിക്കാത്തത്? അംബികയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. എന്റെ മോൾക്ക് അവളെ രക്ഷിക്കാൻ കഴിയും. അച്ഛൻ അത് ഉറപ്പാണ്. ഭൂമി പെട്ടെന്ന് വീണ്ടും അങ്ങ് പൊട്ടിക്കരയുമ്പോ പിന്നെയും കരയാണോ? ഒരൊറ്റ അടി വെച്ച് തരും ഞാൻ. പിന്നെ നോക്കുമ്പോ അച്ഛനെ കാണുന്നില്ല. അച്ഛാ എന്ന് വിളിച്ച് ഭൂമി ഒച്ചത്തിൽ കരയും. എന്നിട്ടറിയും അച്ഛൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. എന്നിട്ട് ഭൂമി ദൃഢനിശ്ചയത്തോടു കൂടെ പറയും ഞാൻ സത്യം തെളിയിക്കും അച്ഛാ, അമ്മയെ ഞാൻ രക്ഷിക്കും എന്നിങ്ങനെ പറയുന്നിടത്താ ഈ ഭാഗം കഴിയുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്